നമസ്കാരം, NCTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി വലിയകുളത്ത് മാൻ ബൈക്കിൽ വന്നിടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. പുലിയെ പിടികൂടാൻ കൂടുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് KK രാമചന്ദ്രൻ MLA. വരന്തരപ്പള്ളിയിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. യോഗങ്ങൾ പ്രഹസനമാണെന്നും തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും ആരോപിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചു. ആമ്പന്നൂർ അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാതയുടെ 2ാമത്തെ പാതയും പൊളിച്ചു തുടങ്ങി. ആമ്പന്നൂർ സെന്ററിലും സർവീസ് റോഡുകളിലും ഗതാഗത കുരുക്ക് രൂക്ഷം. ദേശീയപാത കുറുമാലയിൽ കാർ നിയന്ത്രണം വിട്ട് സുരക്ഷാ കല്ലിലിടിച്ച് മറിഞ്ഞു. ഡ്രൈവർക്ക് പരിക്ക്. വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളി വലിയകുളത്ത് മാൻ ബൈക്കിൽ വന്നിടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. വേലൂപ്പാടം വെണ്ടൂറാൻ വീട്ടിൽ 62 വയസ്സുള്ള ഹസൈനാർ, ഭാര്യ 54 വയസ്സുള്ള പാത്തുമ്മ, ഹസൈനരുടെ സഹോദരന്റെ മകൾ വലിയകുളം പള്ളിപ്പുറത്ത് നൌഷാദ് ഭാര്യ 52 വയസ്സുള്ള സക്കീന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വേലൂപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. തോട്ടം തൊഴിലാളികളായ പാത്തുമ്മയെയും സക്കീനയെയും ടാപ്പിങ്ങിനായി ഹാരിസൺ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മാൻ ബൈക്കിലിടിച്ചത്. വലിയകുളത്ത് വെച്ച് തോട്ടത്തിന്റെ മതിൽ ചാടി റോഡിലേക്ക് വന്ന മാൻ ബൈക്ക് ഇടിച്ചു മറിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണാണ് 3 പേർക്കും പരിക്കേറ്റത്. വലിയകുളത്ത് ജോലിക്ക് പോവുകയായിരുന്നു. പോകുന്ന സമയത്ത് മാന് ചാടി ഞങ്ങളുടെ ബൈക്കിൻ്റെ മുന്നിൽ ചാടി ബൈക്ക് വീണ് 3 പേർക്ക് അപകടത്തിൽ പെട്ടു. അവിടെ അടുത്ത് ഓട്ടോറിക്ഷക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വാച്ചർമാരൊക്കെ വിളിച്ച് പറഞ്ഞ് തോട്ടത്തിലത്തെ വാച്ചർമാരുണ്ടായിരുന്നു. കൂടെ ജോലിക്ക് വന്നിരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും പറഞ്ഞ് ഓട്ടോറിക്ഷ വിളിച്ച് ഒരുപാട് ആശുപത്രിയിൽ കൊണ്ടുവന്നു. ഒരു വലിയൊരു മാൻ തന്നെയാണ് വന്ന് ചാടിയത്. പരുക്കേറ്റ ഇവരെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പാത്തുമ്മയ്ക്കും സക്കീനയ്ക്കും തലയ്ക്കാണ് പരിക്കേറ്റത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അംഗങ്ങളായ സുഹറ മജീദ്, അഷറഫ് ചാലിയത്തൊടി എന്നിവർ ആശുപത്രിയിലെത്തി. മേഖലയിലെ വന്യജീവി ശല്യത്തിന് പരിഹാരം കാണണമെന്നും തോട്ടം തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കണമെന്നും പഞ്ചായത്ത് അംഗം സുഹറ മജീദ് ആവശ്യപ്പെട്ടു. പാവപ്പെട്ട തൊഴിലാളികൾ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അവനവൻ്റെ ജോലിക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ആ എസ്റ്റേറ്റിൽ താമസിക്കാനോ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പാലപ്പള്ളി പ്രദേശം മേഖലയുള്ളത്. അതിന് മാത്രം വന്യജീവികൾ പുലിയും കടുവയും ആനയും അതിൻ്റെ കൂടെ പന്നി, വഴിയാത്രക്കാരെ പന്നി, നിരന്തരം മാൻകൂട്ടങ്ങൾ വന്ന് ഇടിക്കുകയാണ്. ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ ജീവൻ കൈ പിടിച്ചിട്ടാണ് അന്നത്തുള്ള അന്നത്തിനുള്ള ഭക്ഷണം അവർ തരുന്നത്. അടിയന്തരമായിട്ട് അധികാരികൾ പാലപ്പള്ളി പ്രദേശത്ത് നടപടി സ്വീകരിക്കുക തന്നെ വേണം. ഈ വന്യമൃഗശല്യത്തിൽ നിന്ന് ഇവിടെയുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പുലി സാന്നിധ്യമുണ്ടായ പ്രദേശങ്ങളിൽ പുലിയെ പിടികൂടാൻ കൂടുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് KK രാമചന്ദ്രൻ MLA. കൂടുകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതിക്കായി കമ്മിറ്റി രൂപീകരിച്ച് അപേക്ഷ സമർപ്പിക്കുന്നതിനും MLAയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. പ്രദേശവാസികളുടെ ആശങ്കയും ആവശ്യങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. നിലവിൽ അനുവദിച്ച RRTയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും നിർദ്ദേശം നൽകി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ വന്യജീവി ആക്രമണം തടയുന്നതിന് പദ്ധതികൾ തയ്യാറാക്കി സമർപ്പിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും KK രാമചന്ദ്രൻ MLA അറിയിച്ചു. ക്യാമറകളിൽ സ്ഥാപിച്ച് അവിടെ 2 ക്യാമറയാണുള്ളത്. ആ ക്യാമറ പോരായിട്ടുണ്ട്. അടിയന്തരമായ ഒരു 3-4 ക്യാമറയും കൂടി സ്ഥാപിക്കുക. മറ്റൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കുറച്ച് പണം നീക്കി വയ്ക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അത് എവിടെയാണ് ഇങ്ങനെയുള്ള പെട്ടെന്ന് കാണുന്നത്, അത് അപ്പം തന്നെ സിഗ്നൽ കൊടുക്കാൻ കഴിയാവുന്ന രീതിയിൽ. അപ്പോൾ ഇന്ന സ്ഥലത്തെ ക്യാമറ എന്ന് വരുന്നത് ഇന്ന സ്ഥലത്തുണ്ടെന്ന് നമുക്ക് ബോധ്യമായിരുന്നു. വനം വകുപ്പിന് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ പറ്റുമെന്ന് ആലോചിക്കുകയാണ്. ഇവിടെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ DFOയോട് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ MLA ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ഇതിനായി അനുവദിക്കും.
വനംവകുപ്പും പ്ലാന്റേഷൻ കമ്പനികളും അതാത് ഇടങ്ങളിൽ അടിക്കാടുകൾ വെട്ടിമാറ്റും. വന്യജീവി സാന്നിധ്യം കണ്ട ഇടങ്ങളിലായി മിനി മാസ്റ്റ്, ഹൈ മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി. മട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, വരന്തരപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സദാശിവൻ, ജനപ്രതിനിധികളായ അജിത സുധാകരൻ, MB ജലാൽ, CA ബേനസീർ, ചിത്ര സുരാജ്, ചാലക്കുടി DFO M വെങ്കടേശ്വരൻ, റേഞ്ച് ഓഫീസർ PD രതീഷ്, TM ഷിരാസ്, KV ജിതീഷ് ലാൽ, VV ഷിജു, AM അനുശ്രീ, PK ശിവരാമൻ, CU പ്രിയൻ, C അബ്ദക്കുട്ടി ഹാജി, രാജ്കുമാർ കടന്തയിൽ, റോസ്ലി തോമസ് എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭീതി നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇനി എങ്ങനെ മുറിച്ചു കിടക്കാം ആലോചിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു യോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ട് അതിജീവനത്തിന് വേണ്ടിയുള്ള പരിപാടികൾ തയ്യാറാക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ശാസ്ത്രീയമായി പരിഹാരം കാണുക എന്നുള്ളതാണ്. കാരണം വനങ്ങളും വന്യജീവികളും ഇല്ലാതെ ഭൂമിയിൽ ഒരു ആവാസ വ്യവസ്ഥ എന്നുള്ളത് ഒരു സങ്കല്പിക്കാൻ തന്നെ കഴിയില്ല എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. 10 ദിവസത്തിൽ പുലിയുടെ സാന്നിധ്യം പശുവിടെ ആക്രമണത്തിനാൽ ഇവിടെയുള്ള നാട്ടുകാർക്ക് പ്രയാസമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതായിട്ട് ഇന്നലെ രാവിലെ നാട് പറഞ്ഞതുപോലെ ഒരു പശുവിടെ ആക്രമണത്തെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ബഹുമാനപ്പെട്ട MLA ഈ യോഗത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ യോഗത്തിലുള്ള അനേക എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും നമുക്ക് ഈ ചർച്ച ചെയ്തിട്ട് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഈ യോഗം. നിലവിൽ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം വളരെ ദുസ്സഹമാണെന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. തോട്ടത്തൊഴിലാളികളായിക്കോട്ടെ, വനമേഖലയുടെ അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളായിക്കോട്ടെ വളരെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരാഴ്ചക്കുള്ളിൽ പുലി വന്ന മാതിരിയാണ് DFO കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ പുലി സ്ഥിരീകരിക്കപ്പെട്ടത് കുറേ നാളുകളാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പുലി ഉണ്ട് എന്ന് പറയുമ്പോൾ ഫോറസ്റ്റുകാർ വന്ന് അതിൻ്റെ ക്യാമറ അതിനെ എവിടെയാണെന്ന് കണ്ടെത്താനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇതുവരെ നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നൊരു സത്യം. കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും അതിന്റെ നടപടികൾ എത്രയും നേരം പൂർത്തീകരിച്ചുകൊണ്ട് അത് മേടിക്കാനുള്ള ഒരു സംവിധാനം ഭംഗിയായിട്ട് പ്രവർത്തിക്കുക. അതിന് വനംവകുപ്പാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടത്. ആത്മാർത്ഥമായിട്ട് രാവും പഴം ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു 5-6 വർഷമായിട്ട് കാട്ടാന ഇറങ്ങും. അതിൽ നിന്ന് കാട്ടുകൊണ്ട് വരെ കൊടുക്കുക അല്ലെങ്കിൽ പങ്കെടുക്കാൻ പോയി. ഇപ്പൊ അതിന് ശക്തമായ നിയന്ത്രണങ്ങൾ കാട്ടിൽ മുഴുവൻ ക്യാമറ, കാട്ടിൽ കാട്ടിൽ. എന്നാൽ MLA യോഗങ്ങൾ നടത്തി കണ്ണിൽ പൊടിയിടുകയാണെന്നും യോഗങ്ങളിലൊന്നും തീരുമാനങ്ങൾ ആവുന്നില്ലെന്നും ആരോപിച്ച് കോൺഗ്രസ് പ്രതിനിധികൾ സർവകക്ഷി യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. വന്യജീവികളെ ഭയന്ന് സ്ഥിരമായി നാട്ടുകാർ നെട്ടോട്ടമോടുന്ന സമയത്ത് MLAയും സർക്കാരും യോഗങ്ങൾ വിളിച്ചു ചേർക്കാറുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ഈ പ്രശ്നങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള പരിഹാരവും കാണുന്നില്ല. വന്യജീവികളാൽ ഒരുപാട് പേർ മരിച്ചുപോയ ഒരു പഞ്ചായത്താണ് വരന്തരപ്പള്ളി. പല യോഗത്തിലും ഇക്കാര്യങ്ങൾ തുറന്നടിച്ചെങ്കിലും ഒന്നിനും പരിഹാരമുണ്ടായില്ല. എച്ചിപ്പാറ, കുണ്ടായി, പാലപ്പള്ളി പ്രദേശത്തേക്ക് ഒരു ഓട്ടോ പോലും വിളിച്ചാൽ എത്താത്ത അവസ്ഥയിലാണെന്നും ഇതുകൊണ്ടാണ് യോഗം ബഹിഷ്കരിച്ചതെന്നും പഞ്ചായത്ത് അംഗം ജോജോ പിണ്ടിയാൻ പറഞ്ഞു. ഇതുവരെ യാതൊരു നടപടികളിലേക്കും ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അത് സർക്കാരായാലും വനംവകുപ്പായാലും അതിനുള്ള സത്വര നടപടികളിലേക്ക് പോകണം എന്ന് ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി യോഗം ബഹിഷ്കരിച്ച് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിരന്തരമായി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ വന്യമൃഗ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ ജീവിക്കാൻ യാതൊരുവിധ രക്ഷയുമില്ലാതെ നട്ടോട്ട് ഓടുന്ന അവസ്ഥയിൽ സ്ഥിരമായി ഇങ്ങനെയുള്ള സമയങ്ങളിൽ MLA യോഗം വിളിക്കുകയും ആ യോഗം നടത്തി പോവുകയല്ലാതെ ഇതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സർക്കാരിനോ വനംവകുപ്പിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരുപാട് ആളുകൾ മരണപ്പെട്ട ഒരു പഞ്ചായത്താണ് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വന്യമൃഗശല്യത്താൽ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എച്ചിപ്പാറ, പാലപ്പള്ളി, കുണ്ടായി പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു രാത്രി കാലങ്ങളിൽ ഒരു അസുഖം വന്നാൽ പോലും ഒരു വണ്ടി വിളിച്ചാൽ പോലും വരാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ കാര്യങ്ങളിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ പല യോഗങ്ങളിലും ഈ വിഷയം ഉന്നയിച്ച് പല പ്രതിഷേധങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് MLA വിളിച്ച യോഗത്തിൽ നിന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഈ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങി പോകാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ തോട്ടം മേഖലയിൽ താമസിക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലിടങ്ങളിലേക്ക് ധൈര്യമായി ചെല്ലാനുള്ള അവസ്ഥ ഇന്നില്ല.
വർഷങ്ങളായി ഈ സ്ഥിതിയാണ് ഇവിടെ തുടരുന്നത്. അവസ്ഥ രൂക്ഷമാകുമ്പോൾ സർവകക്ഷി യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും അത് പിരിച്ചുവിടുകയും ചെയ്യുന്നു. മറ്റു നടപടികളൊന്നും ഉണ്ടാകുന്നുമില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രതിനിധികൾ യോഗം ബഹിഷ്കരിച്ചതെന്ന് പഞ്ചായത്ത് അംഗം ജോൺ തുലാപ്പറമ്പിൽ പറഞ്ഞു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ തോട്ടം മേഖലയിൽ താമസിക്കുന്ന പാവപ്പെട്ട കർഷകർക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലിടത്തിലേക്ക് ധൈര്യമായി ചെല്ലാവുന്ന ഒരു സാഹചര്യമല്ല ഇന്ന് നമുക്ക് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇത് വർഷങ്ങളായി തുടങ്ങുന്ന സംവിധാനമാണ്. ജനരോഷം രൂക്ഷമാകുമ്പോൾ ഒരു സർവ്വക്ഷോഭം പിരിഞ്ഞു പോകുന്നതല്ലാതെ വേറെ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ പ്രതിഷേധം ഞങ്ങൾ ഇവിടെ അറിയിക്കുകയും ഇന്ന് 4 മണിക്ക് ആ യോഗത്തിൽ ശക്തമായി ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ രംഗത്ത് വരികയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ അതിനെല്ലാവരും പിന്തുണ ഉണ്ടാവണം മാത്രം ഈ അവസ്ഥയിൽ അഭ്യർത്ഥിക്കുന്നു. പുലിക്കണ്ണി, കാരിക്കുളം പ്രദേശങ്ങളിൽ നിരന്തരമായി വന്യജീവി ശല്യം നിലനിൽക്കുന്നുണ്ട്. ആനയുടെ ശല്യമാണ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പുലി ഇറങ്ങുന്നുണ്ടെന്നും വനംവകുപ്പ് സ്ഥിരീകരിച്ചു. വന്യജീവി ആക്രമണം തടയണമെന്ന ആവശ്യവുമായി നിരവധി തവണ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചെങ്കിലും MLAയുടെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഈ ബഹിഷ്കരണമെന്ന് പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ പറഞ്ഞു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 5 വർഷത്തോളം കാലമായിട്ട് ഞാൻ ഈ ഭരണസമിതിയിൽ അംഗമാണ്. ഈ 5 വർഷമായിട്ട് നമ്മൾ പുലിക്കണ്ണി, കാരികുളം, പാലപ്പള്ളി മേഖലകളിൽ സ്ഥിരമായിട്ട് വന്യമൃഗങ്ങൾ, ആനയുടെ ഉപദ്രവമായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്നലെ നമ്മൾ വനംവകുപ്പ് പുലിയെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തുടർന്ന് നമ്മൾ ഇതിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമരങ്ങളോ മറ്റു കാര്യങ്ങളോ ചെയ്തെങ്കിൽ തന്നെയും ഇതുവരെ ഒരു നടപടിയോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ MLAയുടെ ഭാഗത്തുനിന്നോ നടക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ യോഗം ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി വന്നത്. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാതയുടെ 2ാമത്തെ പാതയും പൊളിച്ചു തുടങ്ങി. ഇതോടെ ആമ്പല്ലൂർ സെന്ററിലും സർവീസ് റോഡുകളിലും ഗതാഗത കുരുക്ക് രൂക്ഷമായി. ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ എറണാകുളം ഭാഗത്തേക്കുള്ള റോഡാണ് വ്യാഴാഴ്ച രാത്രി പൊളിച്ചു തുടങ്ങിയത്. നേരത്തെ 2ാമത്തെ പാതയിൽ അടിപ്പാതയ്ക്കായി കുഴിയെടുക്കുന്നത് വെള്ളിയാഴ്ച തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഗതാഗത പരിഷ്കാരത്തിന്റെ ട്രയലിന് പിന്നാലെ ദേശീയപാത പൊളിച്ചു തുടങ്ങുകയായിരുന്നു. ഇതോടെ ആമ്പല്ലൂർ സെന്ററിലും സർവീസ് റോഡുകളിലും ഗതാഗത കുരുക്ക് രൂക്ഷമായി. ശോച്യാവസ്ഥയിലുള്ള സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാത്തതാണ് ഇപ്പോൾ ഗതാഗത കുരുക്കിന് കാരണം. 2ാമത്തെ പാതയും പൊളിച്ചു തുടങ്ങിയതോടെ ആമ്പല്ലൂർ സെന്ററിൽ ഇരുവശത്തേക്കും സർവീസ് റോഡുകൾ വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. നേരത്തെ 1ാമത്തെ പാതയിലെടുത്ത അടിപ്പാതയുടെ അടിത്തറ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി. എന്നാൽ വാഹന ഗതാഗതത്തിന് പ്രയോജനപ്പെടുത്താവുന്ന സാഹചര്യമില്ല. ചിമ്മിനി വരന്തരപ്പള്ളി റോഡിൽ നിന്നുള്ള വാഹനങ്ങൾ ആമ്പല്ലൂർ സെന്ററിൽ ഇടത്തോട്ട് തിരിഞ്ഞ് U-ടേൺ തിരിഞ്ഞ് ദേശീയപാത മുറിച്ചു കടന്ന് എതിർവശത്തെ സർവീസ് റോഡിൽ എത്തിയ ശേഷം തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വിധമാണ് ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 26 മുൻപ് സർവീസ് റോഡുകൾ ശോച്യാവസ്ഥ പരിഹരിച്ച് സുഗമമായ വാഹനയാത്രയ്ക്ക് സൗകര്യമൊരുക്കുമെന്നും ദേശീയപാത അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ 3.5 മാസത്തിനു ശേഷവും സർവീസ് റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിച്ചിട്ടില്ല. ഇവിടെ മെറ്റൽ വിരിച്ചത് അതേപടി കിടക്കുന്നതിനാൽ പൊടിശല്യം രൂക്ഷമാണ്. സർവീസ് റോഡ് പൂർത്തിയാക്കാതെ ഗതാഗത പരിഷ്കാരം നടപ്പാക്കിയതിനാൽ വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വാഹന തിരക്ക് രൂക്ഷമായിരുന്നു. ദേശീയപാതയിൽ മണലിപ്പാലം വരെയും പുതുക്കാട് KSRTC സ്റ്റാൻഡ് വരെയും വാഹനങ്ങളുടെ വരിയെത്തി. നവീകരിച്ച രൂപരേഖ പ്രകാരം ബോക്സ് ടൈപ്പ് അണ്ടർപാസേജ് ആണ് ആമ്പല്ലൂരിൽ വരുന്നത്. നിർമ്മാണ ചുമതലയുള്ള സേലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കരാർ കമ്പനിയാണ് പുതിയ രൂപരേഖ തയ്യാറാക്കിയത്. ദേശീയപാത അതോറിറ്റിയുടെ കൺസൾട്ടൻസി വിഭാഗം അംഗീകരിച്ച പുതിയ രൂപരേഖ അനുസരിച്ച് കഴിഞ്ഞ മാസം 12-നാണ് അടിപ്പാതയുടെ പണി പുനരാരംഭിച്ചത്. 20 മീറ്റർ വീതിയും 5.5 മീറ്റർ ഉയരവുമുള്ളതാണ് നിർദ്ദിഷ്ട അടിപ്പാത. നേരത്തെ നിശ്ചയിച്ച ഇൻഡിവിജ്വൽ പൂട്ടിംഗ് ടൈപ്പ് അണ്ടർപാസേജിന്റെ രൂപരേഖ മാറ്റിയാണ് ബോക്സ് ടൈപ്പ് ആക്കിയത്. നേരത്തെ 4 പില്ലറുകളിൽ വെഹിക്കുലാർ അണ്ടർപാസേജ് ആയിട്ടാണ് അടിപ്പാത പണി ആരംഭിച്ചത്. എന്നാൽ 15 അടിയിലേറെ താഴ്ചയിൽ കുഴിയെടുത്ത ശേഷം മണ്ണിന്റെ ബലക്കുറവ് കണ്ടെത്തി കുഴിച്ച കുഴികൾ മൂടി അടിപ്പാതയുടെ പ്രധാന പില്ലറുകളുടെ പണി നിർത്തി. ദേശീയപാതയിൽ ദിവസേന 50,000 വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്താണ് അടിപ്പാത വരുന്നത്. മണലിപ്പാലത്തിനു സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന അടിപ്പാത ആമ്പല്ലൂർ സെന്റർ കടന്ന് ശ്രീലക്ഷ്മി തിയേറ്ററിനു സമീപത്താണ് ദേശീയപാതയിൽ ചേരുന്നത്. 10 മാസത്തെ നിർമ്മാണ കാലാവധിയിലാണ് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ മണ്ണിന്റെ ബലക്ഷയം, രൂപരേഖ മാറ്റൽ തുടങ്ങിയ പ്രശ്നങ്ങൾ മൂലം തുടക്കത്തിലെ 2 മാസത്തിലേറെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ദേശീയപാത കുറുമാലിയിൽ കാർ നിയന്ത്രണം വിട്ട് സുരക്ഷാ കല്ലിലിടിച്ചു മറിഞ്ഞു. ദേശീയപാത കുറുമാലിയിൽ കാർ നിയന്ത്രണം വിട്ട് സുരക്ഷാ കല്ലിലിടിച്ച് മറിഞ്ഞു. ഡ്രൈവർക്ക് പരിക്കേറ്റു. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന വാഹനമാണ് മറിഞ്ഞത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് സംഭവം. പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി.
വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. അമിതമായി വെള്ളം പാഴാകുന്നത് മൂലം ഉയർന്ന പ്രദേശങ്ങളിലുള്ള വീട്ടുകാർക്ക് വെള്ളം ലഭിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു. വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന ഇരുമ്പ് പൈപ്പാണ് പൊട്ടിയത്. എത്രയും പെട്ടെന്ന് പൈപ്പ് ശരിയാക്കണമെന്ന് അഭ്യർത്ഥിച്ച് നാട്ടുകാർ വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകി. തൃശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചു. തൃശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചു. ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം വെള്ളിയാഴ്ച രാവിലെയാണ് തീപിടുത്തം ഉണ്ടായത്. CNG ഓട്ടോറിക്ഷയിൽ ഗ്യാസ് ലീക്ക് ആയതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് സൂചന. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ആളപായമില്ല. പുല്ലഴിയിൽ ഫ്ളാറ്റിലേക്ക് പടക്കമേറ്. പുല്ലഴി കേരള സ്റ്റേറ്റ് ഹൗസിംഗ് കോളനിയിലെ ഫ്ളാറ്റിലേക്കാണ് പടക്കമെറിഞ്ഞത്. വെള്ളിയാഴ്ച പുലർച്ചെ 2-നാണ് സംഭവം. 1-ാം നിലയിലുള്ള സുശീൽ കുമാർ എന്നയാളുടെ ഫ്ളാറ്റിലേക്കാണ് പടക്കമെറിഞ്ഞത്. പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ടൗൺ വെസ്റ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലായവർ പ്രായപൂർത്തിയാകാത്തവരാണ്. സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. ഒരു പവന് ഒറ്റയടിക്ക് 640 രൂപ വർദ്ധിച്ചതോടെ സ്വർണ്ണവില വീണ്ടും 58,000 കടന്നു. 58,080 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. 1 ഗ്രാമിന് 80 രൂപയാണ് വർദ്ധിച്ചത്. 7,260 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. കനത്ത ഇടിവിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് സ്വർണ്ണവില വീണ്ടും 57,000 കടന്നത്. തുടർന്ന് 3 ദിവസത്തിനകമാണ് 58,000 കടന്നും സ്വർണത്തിന്റെ കുതിപ്പ്. കൊടകര പ്രസ് ക്ലബ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് IR രാജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കൊടകര ഉണ്ണി, ഗജാൻജി TG അജോ, ലോനപ്പൻ കടമ്പോട്, ഷോജൻ D വിധേയത്തിൽ, PK നൌഷാദ്, ഡിനോ കൈനാടത്ത്, K പ്രസാദ്, KV ഹരീന്ദ്രൻ, KV സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റായി K പ്രസാദ്, സെക്രട്ടറിയായി TG അജോ, ട്രഷററായി ഡിനോ കൈനാടത്ത്, വൈസ് പ്രസിഡന്റായി ഷോജൻ D വിധേയത്തിൽ, ജോയിന്റ് സെക്രട്ടറിയായി PK നൌഷാദ് എന്നിവരെ തെരഞ്ഞെടുത്തു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഷോർട്ട് ഫിലിം പ്രദർശനം ചെയ്തു. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ തോമസ് കാക്കശ്ശേരി പ്രിവ്യൂ ഉദ്ഘാടനം ചെയ്തു. CGAC ജില്ലാ കോർഡിനേറ്റർ പ്രകാശ് ബാബു, ഇരിങ്ങാലക്കുട ഉപജില്ലാ കോർഡിനേറ്റർ TS സരിത, സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് എന്നിവർ സന്നിഹിതരായി. നമുക്കറിയാവുന്നതുപോലെ ഈ ആത്മഹത്യാ പ്രവണത എന്നത് നമ്മളെ നേരത്തെയൊക്കെ ഞങ്ങളൊക്കെ ചിന്തിച്ചിരുന്നത് മുതിർന്നവരിൽ ഡിപ്രഷനൊക്കെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണെന്നായിരുന്നു. ബഹുമാനപ്പെട്ട പോളച്ചൻ നേരത്തെ ജോലി ചെയ്തിരുന്ന എറവ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അച്ഛന് മുൻപ് ഒരു 3.5 കൊല്ലം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അത് 1999, 2003 ആ കാലഘട്ടത്തിലാണ്. ഇന്നത്തെ ഈ ഒരു സംരംഭത്തിൽ, അതായത് ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള അധ്വാനം എനിക്ക് ശരിക്കും അറിയാം. കാരണം നമ്മളുടെ ഇപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും +2 പരീക്ഷയ്ക്ക്, +1 പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പലർക്കും നമുക്കൊരു ആങ്സൈറ്റി വരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് റിസൾട്ട് വരുമ്പോഴും അതിന് മുൻപൊക്കെ വളരെയധികം വേദന ഉണ്ടാക്കുന്ന പല വാർത്തകൾ നമുക്ക് കേൾക്കാറുണ്ട്. സെന്റ് ആന്റണീസ് പുതുക്കാടിന് ഇത് ഏറ്റവും അഭിമാനകരമായ നിമിഷം, രോമാഞ്ചമുണ്ടായി പോകുന്ന ഒരു രംഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏത് വാക്കുകൊണ്ട് നിങ്ങളെ അഭിനന്ദിക്കണം എന്നറിയില്ല. പ്രത്യേകിച്ചും ഇത്ര നല്ല ഒരു മെസ്സേജ് പൊതുസമൂഹത്തിന് മുമ്പിൽ കാഴ്ചവെക്കാൻ കഴിയുന്നത്. എല്ലാവരും ഇമാജിൻ ചെയ്ത് ഈ സ്ട്രേറ്റ് കണ്ടക്ടറിൽ that means the thumb gives the direction of current and curl of the fingers gives the എന്താ ലേറ്റ് ആയേ? ഹോസ്പിറ്റലിൽ പോണായിരുന്നു, അതുകൊണ്ട് ലേറ്റ് ആയി. ശരി, കടന്നിരിക്കെ. ഈ ക്ലാസ്സിലെ എൻ്റെ curl of the fingers is the direction of magnetic field. ഇതാണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റും ചാലക്കുടി ഐ വിഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധന നിർണയ ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കും. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ചെമ്പൂച്ചിറ സ്കൂളിലാണ് ക്യാമ്പ്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്യും. മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ വേല മഹോത്സവത്തിന് മുന്നോടിയായി ദേശങ്ങളിലേക്കുള്ള ദേവിയുടെ എഴുന്നള്ളിപ്പ് നടന്നു. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ ശനിയാഴ്ച ഏകദിന ധ്യാനം സംഘടിപ്പിക്കും. ഉച്ചതിരിഞ്ഞ് 3 മുതൽ രാത്രി 9:30 വരെയാണ് ധ്യാനം. അലോഷ്യസ് കുളങ്ങര ധ്യാനത്തിന് നേതൃത്വം നൽകും. കാലാവസ്ഥ.
കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ ജില്ലയിൽ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന കുളങ്ങളിലെ കരിമീൻ കൃഷി, കുളങ്ങളിലെ ചെമ്മീൻ കൃഷി, ഒരു നെല്ലും ഒരു ചെമ്മീനും കൃഷി, വനാമി ചെമ്മീൻ കൃഷി എന്നീ ഓരുജല മത്സ്യകൃഷി പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എല്ലാ പദ്ധതികളുടെയും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ മത്സ്യഭവനുകളിൽ ലഭിക്കും. താൽപര്യമുള്ളവർ പൂരിപ്പിച്ച അപേക്ഷകൾ അനുബന്ധ രേഖകൾ സഹിതം അതത് യൂണിറ്റ് ഓഫീസുകളിൽ അഴീക്കോട്, ചേറ്റുവ, ചാലക്കുടി, നാട്ടിക, ചാവക്കാട്, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ ജനുവരി 7 വൈകിട്ട് 4 സമർപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9746595719. IHRDയുടെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ അയലൂരിൽ ഗവൺമെന്റ് അംഗീകൃത കോഴ്സായ സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിന് അഡ്മിഷൻ നടത്തുന്നു. 6 മാസം ദൈർഘ്യമാണ്. +2 ആണ് യോഗ്യത. SC, ST, OBC വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ട്യൂഷൻ ഫീസിൽ ഇളവുണ്ട്. ജനുവരി 15 മുൻപ് കോളേജിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9746094881. DCA, PG DCA കോഴ്സുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. കല്ലേറ്റുങ്കര IHRDയുടെ അനുബന്ധ സ്ഥാപനമായ K. കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ആരംഭിക്കുന്ന DCA, PG DCA എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി ജനുവരി 15 വരെ ദീർഘിപ്പിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 8547005080 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7260 രൂപ, പവന് 5880 രൂപ. ചെങ്ങാലൂർ നൊച്ചിയിൽ ചന്ദ്രൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആമ്പല്ലൂർ മുല്ലയ്ക്കപ്പറമ്പിൽ വീട്ടിൽ കല്യാണി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9 വടൂക്കര ശ്മശാനത്തിൽ. പരേതനായ മാണിക്കൻ പിതാവാണ്. പറപ്പൂക്കര മുത്രത്തിക്കര മങ്കടിയൻ പോൾ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 പറപ്പൂക്കര സെന്റ് ജോൺസ് ഫൊറോന പള്ളിയിൽ. കൊച്ചുമേരിയാണ് ഭാര്യ. റിജോ, പോൾ, റിയ, ഷാജു എന്നിവർ മക്കളും ഷാജു മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളി വലിയ കുളത്ത് മാൻ ബൈക്കിൽ വന്നിടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. പുലിയെ പിടികൂടാൻ കൂടുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് KK രാമചന്ദ്രൻ MLA. വരന്തരപ്പള്ളിയിൽ വിളിച്ചുചേർത്ത സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. യോഗങ്ങൾ പ്രഹസനമാണെന്നും തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും ആരോപിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചു. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാതയുടെ 2ാമത്തെ പാതയും പൊളിച്ചു തുടങ്ങി. ആമ്പല്ലൂർ സെന്ററിലും സർവീസ് റോഡുകളിലും ഗതാഗത കുരുക്ക് രൂക്ഷം. ദേശീയപാത കുറുമാലയിൽ കാർ നിയന്ത്രണം വിട്ട് സുരക്ഷാ കല്ലിലിടിച്ച് മറിഞ്ഞു. ഡ്രൈവർക്ക് പരിക്ക്. വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.